ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, കൂട്ടുകുടുംബങ്ങളെക്കാൾ, സ്നേഹവാചനങ്ങളെക്കാൾ, ഇഷ്ടവാചനങ്ങളെക്കാൾ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ വിശ്വാസവും ഈമാനും പൂർത്തിയാവില്ല. അതുകൊണ്ട് നമുക്ക് പ്രവാചകരോട് സ്നേഹമുണ്ടെങ്കിൽ, പ്രവാചകന്റെ ജീവിതം പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. നോക്കൂ, നിങ്ങൾ പ്രവാചകനെ സഹാബത്ത് സ്നേഹിച്ചിരുന്നതിൻ്റെ എത്രയോ മാതൃകകൾ നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിന്റെ രണാളങ്കത്തിലേക്ക് ഇറങ്ങി തിരിച്ച മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം, പ്രവാചകന്റെ ശരീരത്തിലേക്ക് അമ്പുകളും പ്രവാചകന്റെ ശരീരത്തിലേക്ക് വെട്ടുകളും വരാതിരിക്കാൻ വേണ്ടി പ്രവാചകന്റെ മുന്നിൽ തന്നെ ശരീരമുറപ്പിച്ചുകൊണ്ട് വളരെയധികം ആരോഗ്യ ദൃഢഗാത്രനായി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാം. എന്നിട്ട് പ്രവാചകരോട് പറയുകയാം, ലാ തുശ്രിഫ് യാ റസൂലല്ലാഹ് ലാ യുസീബക സഹമൻ മിൻ സിഹാമിൽ ഖൗം നഹരി ദൂന നഹരിക്. എന്റെ പിറകിലേക്ക് മാറി നിൽക്കൂ പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ എന്റെ ശരീരം കൊണ്ട് ഞാൻ ഏറ്റുവാങ്ങട്ടെയോ എന്ന് പറയുന്ന മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു 70-ലധികം വെട്ടുകൾ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോഴും പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും ഒരു വേദനയായിക്കൊണ്ട് കാണാത്തവരായിരുന്നു സഹാബത്തുൽ കിറാം. അതുപോലെ പ്രവാചകനെ സ്നേഹിച്ച ഒരുപാട് സഹാബി വര്യന്മാര്, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കൈകളിലൂടെ പ്രവാചകന്റെ അനുചരനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കരങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വരാനും അതുപോലെ തന്നെ സ്വതന്ത്രനാവാനും എല്ലാ രീതിയിലും രക്ഷപ്പെടാനും കഴിയുകയും എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്ന അശരണരുടെയും ദരിദ്രന്മാരുടെയും അതുപോലെ തന്നെ പാവങ്ങളുടെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ കണ്ടിരുന്ന മഹാനായ ബിലാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ കറുത്ത വ്യക്തിയാണെങ്കിൽ പോലും സുന്ദരനായി മാറുകയാണ്. അദ്ദേഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കാൻ വേണ്ടി പോലും ഏൽപ്പിക്കുന്നത്. എല്ലാ പ്രഗത്ഭരായ സഹാബിമാരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും അതിനേക്കാൾ സ്വരമാധുര്യവും ശബ്ദമാധുര്യവും ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും വിളിക്കാതെ ബിലാലിനെ വിളിച്ചുകൊണ്ട് ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മേക്കാൾ എല്ലാവരേക്കാൾ പ്രവാചകരോട് സ്നേഹമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബാങ്ക് വിളിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം ബാങ്ക് വിളി പോലും നിർത്തിവെക്കുകയാണ്. എന്തേ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ, പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുമ്പോൾ അദ്ദേഹത്തിന് ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞു. പ്രവാചകൻ വേർപിരിഞ്ഞതിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിക്കൊണ്ട് അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴും സാധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബാങ്ക് വിളിച്ച സംഭവങ്ങളെല്ലാം അറിയാം. ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ബാങ്ക് കേൾക്കാൻ സഹാബത്ത് ഓടിക്കൂടുകയും ബോധരഹിതനാകുന്ന ചരിത്രമെല്ലാം. എന്തേ? അത്രത്തോളം നബിയെ സ്നേഹിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രീതിയിലും പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ ജീവിച്ചിരുന്ന സഹാബത്ത്, നമുക്ക് നമ്മുടെ പ്രവാചകരോട് സ്നേഹമുണ്ട് എങ്കിൽ പ്രവാചകന്റെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്, പ്രവാചകന്റെ ചര്യകൾ നമ്മുടെ മുമ്പിലുണ്ട്, പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുപോലും വിട്ടേച്ചു പോയില്ല, ഒന്നുപോലും ഉപേക്ഷിച്ചില്ല, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, അത് നമ്മൾ ഗ്രഹിക്കാൻ തയ്യാറാവണം. ഗ്രഹിക്കുക മാത്രമല്ല, മൻ ദല്ലല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രിൻ ഫായിലി. ആ പഠിച്ച നന്മ, അറിഞ്ഞ നന്മ, സ്വീകരിച്ച നന്മ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മളൊരു നന്മ അറിയിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് മുഖേന ആ വ്യക്തിക്ക് അയാൾ ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലം പറഞ്ഞു കൊടുത്ത വ്യക്തിക്കും ലഭ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബല്ലിഗുനി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, ഗ്രഹിക്കാൻ തയ്യാറാവണം, ഉൾക്കൊള്ളാൻ തയ്യാറാവണം. വിഭിന്നമായി, ഛിദ്രഭിന്നമായി, അല്ലെങ്കിൽ ആശയക്കുഴപ്പമായി പരസ്പരം കലഹിച്ചുകൊണ്ട് അനൈക്യത്തോടുകൂടി ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരാദർശമാണ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തിത്വങ്ങളാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് തന്നെ പരസ്പരം സഹകരണത്തോടെ, സ്നേഹത്തോടെ, പരസ്പരം സഹവർത്തിത്തോടെ, അലിവും അനുകമ്പയും ആർദ്രതയും സഹാനുഭൂതിയും കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് നമ്മൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കേണ്ടവരാണ്. വലിയ ഉത്തരവാദിത്തങ്ങളും
ബാധ്യതകളും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ഒരു സെന്ററിനോടോ വ്യക്തികളോടോ ഉള്ള വിദ്വേഷം കൊണ്ട് മാറി നിൽക്കേണ്ടവരല്ല. മാറി നിൽക്കുന്നവരുണ്ടായേക്കാം, അവർക്ക് അതിൽ നിന്നെല്ലാം വലിയ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ വിശ്വാസികൾക്ക് വലിയ ബാധ്യതയുണ്ട്. അവരൊരിക്കലും മാറി നിൽക്കില്ല, പഠിക്കണമെന്ന താല്പര്യത്തോടെ. കാരണം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ,